എന്തോടെ തോള് കരിച്ചിരിക്കുന്നേ? ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു. നീ മൈൻഡ് ചെയ്യണ്ട. എടാ സിനിമാടാ, എന്റെ ദൈവമേ, ഒന്നും വാടാ, ഒരു ചായ കുടിച്ചും പോടാവേ. അല്ല, എല്ലാരും പറയുന്നത് നമ്മുടെ പടത്തിന്റെ സ്ക്രിപ്റ്റും DOP ഡയറക്ഷനും ലൈറ്റ് വർക്കും ഡയലോഗ്സും എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും സോങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്തെന്നാ. അപ്പൊ എല്ലാം കൂടെ ഷോൾഡർ ചെയ്തിട്ട് എന്റെ ഷോൾഡർ ഒന്ന് ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. ചേട്ടൻ ഈ വളിവിടാത്ത കൊക്കിന്റെ വിടറിയൂ. ചേട്ടൻ ഈ വളിവിടാത്ത കൊക്കിന്റെ വിടറിയൂ. അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. എന്നെ സമ്മതിക്കണം. പക്ഷെ അഖിൽ NRD എന്റെ പൊന്നോ, കൂനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. ഓടോടോ, ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? ഫോൺ ഉണ്ട്, ഫോൺ എടുത്ത് നോക്കിപ്പോ അത്രയ്ക്ക് അബദ്ധാഭിനയം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അഖിൽ NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ, പുള്ളിയ കോമഡിയെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ മോശം മേക്കിങ്. ആദ്യത്തെ 3/4 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമ്പസിലിട്ട് നമ്മളെ ഇട്ടങ്ങ് വെറുപ്പിക്കുക. ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടില്ല. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. മുകളില് ഈ വിനോദ് കോവൂരിന്റെ ചങ്ങായി പറയണം, മുകളില് ഇന്ത്യൻ ക്ലോസറ്റ്, താഴെ യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെ. അപ്പൊ അതിനെന്നാടി പറയണേ, 2 കഴിഞ്ഞാലും താഴേക്കല്ലേ പോണത്? എന്ത് അയ്യേ യക്കി വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കും? ഇരുട്ടായി. അപ്പൊ ബാത്റൂം നമ്മളെ കാണിക്കുന്നില്ല. അപ്പൊ അവിടെ വളിവിടുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്, ഒരുത്തൻ തൂറുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്, ഇത്രയും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ, തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. അറ്റ്മോസിൽ വളിവിടുന്ന സൗണ്ട്, ഇങ്ങനെ തൂറുന്ന സൗണ്ടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിങ്ങനെയൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റുന്നത്? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.